ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 21.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലത്തിന്റെ 16.5 കിലോമീറ്ററും കടലിലൂടെയാണ് കടന്നുപോകുന്നത്. समय की बचत होगी और 6 लेन वाला है, अत्याधुनिक है, पर्यावरण के अनुकूल है, तो जाहिर सी बात है कि लोगों को कितनी सुविधा इसकी होगी। और पहले जब ये अटल सेतु नहीं था तब कितनी लंबी यात्रा तय करनी पड़ती थी, ट्रैफिक जाम से होकर गुजरना पड़ता था. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. സുവി, മുംബൈയുടെ ഗതാഗതവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറുന്നു അടൽ സേതു പാലം? അതോടൊപ്പം തന്നെ എന്തെല്ലാം സവിശേഷതകൾ കൂടിയാണുള്ളത്? ഏത് രീതിയിലാണ് ഉദ്ഘാടന ചടങ്ങ് പൂർണ്ണമായത്? അപർണ, മുംബൈ എന്നതിന് അപ്പുറം ദക്ഷിണേന്ത്യയിലേക്കുള്ള ഗതാഗതം കൂടെ കൂടുതൽ സുഗമമാക്കുന്നതാണ് ഈ അടൽ സേതു മേൽപ്പാലം. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നാടിന് ഈ പാലം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു പാലം. 21.8 കിലോമീറ്റർ ദൈർഘ്യമാണ് പാലത്തിനുള്ളത്. ഇതിൽ 16.5 കിലോമീറ്റർ ദൂരവും കടലിന് മുകളിലൂടെയാണ്. ബാക്കി 5.5 കിലോമീറ്റർ മാത്രമാണ് കരയിലൂടെ ഉള്ളത്. ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ് അടൽ പാലം. ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് ഈ പാലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഇതിന് അടൽ സേതു എന്ന പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ നഗരമായ മുംബൈയിലെ രണ്ടാമത്തെ കടൽപ്പാലമാണ് ഇത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ ബാന്ദ്ര വർലി കടൽപ്പാലം തുറന്നുകൊടുത്ത് 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ പാലം മുംബൈയിൽ യാഥാർത്ഥ്യമാകുന്നത്. 18,000 കോടി രൂപ ചെലവിട്ടാണ് ഇത്തരത്തിൽ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2016 ഇതിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. അതിനുശേഷം 5000-ലേറെ ജോലിക്കാർ ജോലി ചെയ്ത് 5000-ലേറെ തൊഴിലാളികളുടെ സേവനത്തിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ അടൽ സേതു മേൽപ്പാലം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നൊരു പ്രത്യേകത കൂടി അടൽ സേതുവിനുണ്ട്. ഇത് മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു പാലത്തിന്റെ മറ്റൊരു സവിശേഷതയായി നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. മുംബൈയിൽ നിന്ന് പൂനെ, ഗോവ, ദക്ഷിണേന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള സമയവും ഈ പാലം വരുന്നതോടുകൂടി കുറയും. മുംബൈ തുറമുഖവും ജവഹർലാൽ നെഹ്റു തുറമുഖവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഈ പാലം കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ മുംബൈയിൽ നിന്ന് നവി മുംബൈയിലെത്താൻ 2 മണിക്കൂറിലേറെ സമയമാണ് എടുത്തിരുന്നത്. അത് ഇപ്പോൾ കുറച്ച് 20 മിനിറ്റ് കൊണ്ട് കഴിയും എന്നതാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്. അടൽ സേതു പാലം പൂർത്തിയാകുന്നതോടെ ഇതുവഴി 70,000-ഓളം വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകും എന്നാണ് പറയുന്നത്. 100 വർഷമാണ് പാലത്തിന്റെ കാലാവധിയായി പറയുന്നത്. 100 കിലോമീറ്റർ വേഗതയിൽ ഇതിലൂടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും അതുപോലെ മൃഗങ്ങൾ വലിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾക്കും ഒന്നും ഇതുവഴി കടന്നു പോകാൻ സാധിക്കുകയില്ല. 4 ചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ കടന്നു പോകാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലം ഇപ്പോൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്.